ഹായ് ഫ്രണ്ട്സ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് തരിച്ചു വയ്ക്കാം. മൈദ 3/4 കപ്പാണ് എടുക്കുന്നത്. അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്തിട്ട് തരിച്ചു വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം. മാറ്റി വയ്ക്കാണ്. മുട്ട 4 എണ്ണമാണ് എടുത്തത്. ബീറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഫ്ലഫി ആയി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ആഡ് ചെയ്യാം. ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. കാൽ കപ്പ് പാലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ ഉപയോഗിക്കാതെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ബീറ്റർ മാറ്റി വയ്ക്കാണ്. ഓവർ മിക്സ് ചെയ്യാതെ സ്പാച്ചില കൊണ്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ട്രേ ആണ് എടുത്തത്. ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എയർ ബബിൾസ് പോകാൻ കുറച്ച് പ്രാവശ്യം ടാപ്പ് ചെയ്യാം. കേക്ക് ടിന്ന് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ബട്ടർ പേപ്പർ എടുക്കാം. 3 പീസസ് ആയിട്ടാണ് മുറിച്ചത്.
വിപ്പിംഗ് ക്രീം 1.5 കപ്പാണ് എടുക്കുന്നത്. ബൗളിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ കൂട്ടി ഹൈ സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്യാം. ഇതുപോലെ സ്റ്റിഫായി കിട്ടുന്ന വരെ ബീറ്റ് ചെയ്യണം. ടേൺ ടേബിളിന്റെ മേലെ കേക്കിന്റെ ഫസ്റ്റ് ലെയർ വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാണ്. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് പഞ്ചസാരയും വെള്ളവും ചെറിയ മുറിച്ചതും കൂടി തിളപ്പിച്ചിട്ടാണ്. തണുന്നതിന് ശേഷം ഉപയോഗിക്കാം. ക്രീം വെച്ച് ലെവൽ ചെയ്യാം. ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രീം മുകളിലും സൈഡ്സിലൊക്കെ അപ്ലൈ ചെയ്യാം. ക്രം കോട്ട് ചെയ്ത കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ക്രീം വെച്ച് തിക്കായിട്ട് കവർ ചെയ്യാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഐസിംഗ് നോസിലോണ്ട് ഫ്ലവർ ചെയ്തെടുക്കാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ചെറി വെച്ച് കൊടുക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.